Audience. നല്ലതുപോലെ കഴുകു. ഓ ചേച്ചി നല്ലതുപോലെ തന്നെ കഴുകു ചേച്ചി. നന്നായിട്ട് ഇരിക്കുന്നുണ്ട് ചേച്ചി. അങ്ങനെ കൊണ്ടുപോണ്ട്. പിന്നെ ഇതെല്ലാം ശരിയാക്കി വെച്ചിട്ട് കൊലയുണ്ടെങ്കിൽ ഒരു 2 കൊലയും കൂടെ. രണ്ട് പാളയും കൂടെ കൊലയുണ്ട്. അത് മതിയാ? മതി 2 വെട്ടി വെച്ചാൽ എന്തായാലും ഇപ്പൊ റെഡിയാക്കി. ഇത് കഴി തന്നോ? മതി മതി, കുഴപ്പമില്ല. ചേച്ചി ഇവിടെ വന്ന് നിൽക്കുക. അപ്പൊ അവിടെ ഷെഡിലിരുന്നൂടെ? ഞാൻ ആ പയ്യനോട് 2 ഇളനീര് വെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇരിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് പോയി. കഴിഞ്ഞിട്ട് ഇതെന്തിനാ പോയി ചീര കഴുകിയേക്കണ്? അല്ല ചേച്ചിക്ക് ആർക്കൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത്ര തോന്നെ ചീര? ഓ ചേച്ചി പറഞ്ഞിട്ട്. ചേച്ചിക്ക് എന്താ പട്ടുണ്ടാ? ഇത്ര തോന്നെ ചീര എന്തിനാ? കുടുംബത്തിക്ക് ഇത്തിരി ചീര കൊണ്ടുപോയാ പോരെ? അയ്യോ എടാ, എനിക്ക് മാത്രമല്ല നമ്മുടെ അയൽവാസികൾക്കൊക്കെ കൂടെ കൊടുക്കാം. എല്ലാം എന്റെ കൂട്ടുകാരല്ലേ, അവർക്കൂടെ കൊടുക്കാം. ഒരു സന്തോഷം. എന്താ ഈ പറയുന്നത്? കണ്ട തീര മുഴുവൻ കൊണ്ടുപോയി. ചീരക്കൊക്കെ ഇപ്പൊ എന്താ വില? ഒന്നാമത് ഞാൻ നഷ്ടത്തിലാണ് ഇരിക്കുന്നത്. കുടുംബത്തേക്ക് കൊണ്ടുപോകാൻ ഇത്തിരി കൊണ്ടുപോയാൽ മതി. നിനക്ക് എന്താ കൂലി? 800. ഒരു ദിവസം 800 ഉറുപ്പ്യ കൊടുക്കണം. 800 ഉറുപ്പ്യ കൊടുക്കണമെങ്കിൽ എത്ര ചീര ഉണ്ടാവണം? ബോധം വിവരമൊന്നുമില്ലേ? കണ്ടമാനം ചീര കൊണ്ടിട്ട് പഞ്ചായത്തിൽ മുഴുവൻ വിതറാൻ നിൽക്കുക. എനിക്ക് നിന്റെ ചീരയും വേണ്ട, തകരയും വേണ്ട, മതിയല്ലോ. അല്ല അത് വേണ്ട, കുറച്ച് കൊണ്ടുപോകാൻ. ഞാൻ പോവുക. ഇത് എവിടേക്ക് പോണ്? എവിടെ പോണു? എന്റെ വീട്ടിൽ പോണു ഞാൻ. അത് ചേച്ചി എന്ത് കൊണ്ടേക്കോ? വേണ്ട. അല്ല എന്നത് മുഴുവൻ കൊണ്ടുപോവാ. എനിക്ക് നിന്റെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാ ഒറ്റയ്ക്ക് പോണ്ടാന്ന്. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യണം? ഇത് മുഴപ്പുഴി ഇതിലാണ് അങ്ങോട്ട്. ഇല്ലേ എന്തോ അമ്മ വന്നടി. വന്നാ കറി വെച്ചിട്ട് തരാട്ടാ. അമ്മാവനെന്തേ? ഒന്നും കൊണ്ടുവരാതെ വന്നേ. ഞാനോടത്ത് കൊല എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ആ മാവില് മാങ്ങയൊക്കെ ഉണ്ടായില്ലേ? ഈ അമ്മ എന്തിന് പോണതാന്നാവോ? അമ്മക്ക് വന്നപ്പോ 2 തേങ്ങയെങ്കിലോ മാങ്ങ എന്തെങ്കിലും കൊണ്ടുവരായിരുന്നില്ല അമ്മേ? മാങ്ങയല്ല തേങ്ങ ഇരിക്കുന്ന അവിടെ. അമ്മാവനെന്തേ? അമ്മാവനല്ല, കുമ്മാവൻ. തണ്ടാ അവൻ എന്റെ അടുത്ത് വാശി കാണിച്ച എന്റെ 10 ഇരട്ടി ഞാൻ അങ്ങോട്ട് കാണിക്കും. അറിയാമോ എന്താണ്? എന്ത് എന്റെ പൊന്നടി, ഞാൻ അവിടെ നിന്നുകൊണ്ട് ഒരു 3-4 കീര വെച്ചിട്ട് തോരൻ വയ്ക്കാലോ എന്ന് കരുതിക്കൊണ്ടു. എവിടെന്നാ ചടപടപടാ ഓടിക്കൊണ്ടെന്ന്. എന്തോന്നാണ് ചേച്ചി ഈ കാണിക്കുന്നത്? കൂടെ വന്നിട്ട് ഇങ്ങനെ ചീര പറിച്ചോണ്ട് വരെ ഇവിടെ ചീരത്തോട്ടാണ് കിടക്കുന്നത്. എനിക്ക് വിറ്റ് കാശുണ്ടാക്കാൻ. അമ്മാവനോ? എനിക്ക് തോന്നണില്ല പറയാതെ അമ്മ വെറുതെ പറയൂ. ഞാനിപ്പോ ഞാൻ അങ്ങനെയാണ് അവനെ കാണുന്നത്. അപ്പൊ അവിടെ ആരും ഉണ്ടായില്ലേ? അവിടെ തോട്ടത്തിൽ നിന്ന് 3-4 പേരുണ്ട്. അവര് തന്നെ അന്തം വിട്ടുപോയി. കാണിച്ചു പോയി ഞാൻ. അതങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത് അവനറിയാം എന്താണെന്ന്. അമ്മാവൻ ചില സമയത്ത് വെളിവില്ലാതെ സംസാരിക്കും. അല്ല, എനിക്ക് എന്തായാലും സന്തോഷായി. അമ്മക്കിത് വേണം, അമ്മക്കിത് വേണം. എന്റെ ചെറുക്കൻ എന്ന് പറഞ്ഞ് ചാകുവല്ലേ? ഒരട ഉണ്ടാക്കിയ എന്റെ ചെറുക്കന് മാറ്റി വെക്ക്. എന്റെ ചെറുക്കന് മാറ്റി വെക്ക്. അങ്ങനെയല്ലേ കൂടെ പിറപ്പില്ലേ? ഒന്ന് പാർക്കിലോട്ട് പോകണമെങ്കിൽ, ഒന്ന് കടയിൽ പോകണമെങ്കിൽ എന്റെ ചെറുക്കനെ വിളിക്ക്. അത് അവന് ടിക്കറ്റ് എടുക്കാതെ തന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പൊ അവൻ എന്നെ ഇങ്ങനെയാണ് കാണുന്നത്. ഈ 2-3 ചീര പറിച്ചതിന് അമ്മാവൻ ഈ തോന്നിയാസം കാണിച്ചത് എന്തിനാ ചോദിക്കണമല്ലോ? അത് അതെ. ഇവിടെ നിന്ന് ഒരു സാധനം ഇനി അങ്ങോട്ട് കൊടുത്ത് അയച്ചേക്കരുത്. അവിടെ നിന്ന് ഒരു സാധനം ഇവിടെയും കൊണ്ടുവന്നേക്കരുത്. ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഞാൻ. അല്ല അമ്മ എന്താ ഒറ്റയ്ക്ക് വന്നു? അല്ല പിന്നെ ഈ ജാഥയ്ക്ക് ഒരാളിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് വന്നത്. മനസ്സിലായല്ലോ? കാര്യം പറഞ്ഞിട്ടുണ്ട്. അമ്മാവനില്ല. ബഹളത്തിനൊന്നും നിക്കണ്ട. അതെ ഒന്നും മിണ്ടണ്ട. ഒന്നും മിണ്ടണ്ട. നമുക്ക് മിണ്ടാതിരുന്നാ മതി. സോപ്പിടാൻ വേണ്ടി വരുവാണ്. കാര്യം ചോദിക്കണോട്ടല്ലേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മേനെ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അമ്മാവനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് അമ്മാവ. 2 ചോട് ചീര തോരൻ വെക്കാൻ പറിച്ചെന്ന് പറഞ്ഞിട്ട് അമ്മാവൻ എന്തിനാ അമ്മേനെ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞത്? അതും ആ പണിക്കാരന് മുമ്പിൽ വെച്ച്. ഞങ്ങൾ അമ്മേനെ അങ്ങനെ അല്ലാട്ടോ കാണുന്നത്. കാര്യം അമ്മാവന്റെ പെങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങളുടെ അമ്മേനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഇതാണ് 2 തോട് ചീര. ഇത് മുഴുവൻ അമ്മ പറിച്ചതാ. പിന്നല്ലാതെ ഇത് മാത്രാണ്. ഇതുപോലത്തെ 2 കെട്ടും കൂടി ഉണ്ടാവണ്ടേ? ഇങ്ങനത്തെ 3 കെട്ട് ചീര പറിച്ചു വെച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അല്ല എന്താ അമ്മ ഇത്? 2 കഷ്ണം ചീര ഞാൻ അധികം പറിച്ചെന്നിരിക്കട്ടെ. അതിന് ഇതുപോലത്തെ വർത്താനാണോ പറയേണ്ടത്? ഇതേപോലെ നായ്ക്കും തൊടാത്ത വർത്താനങ്ങളാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അവന്റെ ചേച്ചിയല്ലേ ഞാൻ. എന്നാലും ഈ തോരൻ വെക്കാനായിട്ട് അമ്മ ഇതുപോലത്തെ 3 കെട്ട് പറിക്കണ എന്ത് കാര്യത്തിന്? അമ്മയല്ലേ ചേച്ചി പറിച്ചത്? ചേച്ചിക്കോ ഈ വീട്ടുകാർക്കോ തിന്നാൻ വേണ്ടിയിട്ട് എത്ര കൊടുത്താലും ഞാനൊരു കുറ്റം പറയില്ല. ഞാൻ ഈ സമ്പാദിക്കുന്ന മുഴുവൻ ആർക്ക് വേണ്ടിയിട്ടാ? പക്ഷെ ഈ പഞ്ചായത്തിലെ എല്ലാവർക്കും ചീര കൊടുക്കണമെന്നും പറഞ്ഞിട്ട് ഇതേമാതിരത്തെ 3 കെട്ട് ചീര പറിച്ചു കൊടുന്ന ആരായാലും ചോദിക്കില്ലേ? അമ്മയ്ക്കത് വട്ടാണോ? വട്ടല്ല എടീ, എന്റെ സഹോദരന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ. ഞാൻ വലിയ സന്തോഷത്തോടെ നാട്ടുകാർക്കൊക്കെ ഓരോ വീട് കൊടുക്കാന്ന് വിചാരിച്ച് കൊണ്ടുവന്നു പോയതാണ്. അത് എനിക്കൊരു സന്തോഷം. അമ്മയുടെ ഒരു സന്തോഷമല്ലേ? ലില്ല, നീ കാര്യം അറിയാതെ പറയരുത്.
ആ സമയത്ത് ഇത്രയും ചീര പറിച്ചു വെച്ചപ്പോ എന്താ ചേച്ചിക്ക് ഭ്രാന്തുണ്ട് എത്ര തോന്നെ ചീര പറിച്ചു വെക്കുക? ഇത് തന്നെ ഭൂമിയിൽ ഉണ്ടാവുന്നതാണല്ലോ, ആളെ വെച്ച് പണിപ്പിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണതല്ലേ. നമുക്ക് വേണ്ടത് എടുത്താ പോരെന്ന് ഞാൻ ഇത്രയും ചീര പോയി അമ്മാവൻ എന്ത് സംഭവിക്കാൻ? ഞാൻ അങ്ങനെ ഒരു ദേഷ്യത്തിന് പറഞ്ഞു അങ്ങനെ ഇറങ്ങി പോരാണ്. നോക്കേടി ഇതേപോലത്തെ 3 കെട്ട് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത്രയും ചീര പോയിട്ടുണ്ടെങ്കിൽ 500 രൂപ പോകും അമ്മ. ചേച്ചി അമ്മയുടെ ഒരു സന്തോഷമല്ലേ ചേച്ചി? എന്റെ ഗിരിരാജന്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന് അതുകൊണ്ട് കൊടുക്കുമ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു. ആ ചീര അവിടെ എന്നോട് പറയണ്ട ഈ വയസ്സുകാലത്ത് ഇറങ്ങി പോരാ ചെയ്യാ. പിന്നെ അമ്മാവ പിന്നെ അത്രയും വർത്താനം പറയുമ്പോ പിന്നെ അമ്മ അത് കേട്ടോളൂ. എന്തോന്ന് അഹങ്കാരം? അഹങ്കാരമാണ്. അമ്മ നാട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാണോ? ഒരു കാര്യം ഞാൻ പറയട്ടെ, അധ്വാനിച്ച ആൾക്ക് അതിന്റെ ദണ്ണ അറിയും. ആ സമയത്ത് ദേഷ്യത്തിന് ഞാൻ എന്തോ പറഞ്ഞു, അത് വിട്ടു. ഇതാ ഞാൻ ചീര കൊണ്ടുവന്നിട്ടുണ്ട്, എടുത്തോളൂ. അയ്യോ വേണ്ടേ വേണ്ട. ഇനി ഇവിടെ ഒരു സാധനം അങ്ങോട്ടും ഇല്ല, അവിടെ ഒരു സാധനം ഇങ്ങോട്ടും വേണ്ടെങ്കിൽ വേണ്ട. അവിടെ നില്ല മേലാൽ ഈ പടിയുടെ മുറ്റത്ത് നീ കാല് ചവിട്ടി പോകരുത്. ഞാനുള്ള ബന്ധം ഇവിടെ തീർന്നു. എന്താ ചേച്ചി എന്താന്നാ അമ്മക്ക് എന്താ അമ്മേ? എനിക്കെന്ത് അമ്മാവനെ ഇതിനകത്തോട്ട് കയറ്റാതിരിക്കാനായിട്ട് ചോദിരെന്താണ്? എടി എന്നെ അങ്ങനെ നായും തൊഴാത്ത വർത്താനാടി പറഞ്ഞത്. ചേച്ചിയാണ് ഞാൻ ജീവിക്കില്ലേ? ചേച്ചി വേണ്ടത് ഞാൻ ഈ വീട്ടിലെ ഞാൻ എന്റെ മരുവന്റെ വീട്ടിൽ പോയി താമസിക്കും. എന്തോന്ന് മരുമോ എന്റെ വീട്ടിലെ നക്കി തിന്നാൻ നടിപ്പില്ലാത്തവനാ നീ. പോടാ അവിടെ നിന്ന്. ഇതേ എന്റെ വീടാണ്. എനിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ എന്റെ മോളെ പ്രസവിച്ചത് ഞാനാണ്. അതുകൊണ്ട് അവക്ക് ഞാൻ കൊടുക്കും. അതെ, ഈ വീട്ടിൽ അധികാരം ഉണ്ടെങ്കിൽ അതേ അധികാരം എന്റെ തങ്കത്തിനുണ്ട്. തങ്കത്തിന് അവകാശം ഉണ്ടെങ്കിൽ ക്ലീറ്റോന് അവകാശമുണ്ട്. നീ വാടി ഞങ്ങൾ തങ്കത്തിന് അവകാശമുണ്ട്, ക്ലീറ്റോക്ക് അവകാശം. അമ്മ ക്ലീറ്റോനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ചട്ടി എവിടെ? ഈ വീട്ടിലെ ചട്ടിയാണ്. ചട്ടി എവിടെ? 10 ചട്ടി വേണം ഞാൻ മേടിച്ചു. കൊണ്ടുപോ, നാട്ടുകാർക്ക് കൊടുക്കും. നീ തന്നെ കൊണ്ട് വച്ച് വിഴുങ്ങ്, ഉണ്ടാക്കി തിന്ന. വയസ്സുകാലത്ത് ഓരോന്നിങ്ങനെ തേട്ടി വരുമ്പോഴല്ലേ മനസ്സിൽ ഇരിക്കണം എന്താന്ന് മനസ്സിലാവും. സംഘം അച്ഛന്റെ കാലത്ത് ചതുപ്പായിട്ട് ആർക്കും വേണ്ടാതെ കടന്നിരുന്ന സ്ഥലം. അച്ഛന്റെ പിറ്റേകാലം ഭാഗം വയ്ക്കുമ്പോ അളിയൻ എന്നെ പറഞ്ഞു, എനിക്കത് വേണ്ട, കൃഷിയൊക്കെ ആയിട്ട് നടത്തണല്ലേ, അത് അളിയെടുത്തോട്ടെ. എന്നിട്ട് മനസ്സ് കേൾക്കാണ്ടെന്നൊരു ആവശ്യം വന്നപ്പോ അന്നത്തെ കാലത്ത് എൻ്റെ അച്ഛന് ഞാനൊരു 2500 ഉറുപ്പ്യ കൊടുത്തു. അന്ന് ഈ ചതുപ്പ് നിലത്തിന് ഒരു സെന്റിന് 50 ഉറുപ്പ്യം കൂടി ഇല്ല. 50 രൂപ ഇല്ല അന്നത്തെ കാലത്ത് ഒരു സെന്റിന്. എന്നാൽ ഈ 2500 ഉറുപ്പ്യക്ക് എത്ര കിട്ടും? 50 സെന്റ് സ്ഥലം കിട്ടില്ലേ? 1 ഏക്കർ സ്ഥലമാണ് അന്ന് ആ ചതുപ്പ് നിലം എന്റെയും ചേച്ചിയുടെയും കൂടി പേർക്കുള്ളത്. എനിക്ക് തന്നെ അന്ന് 2 പേര് സമ്മതത്തിൽ എഴുതി തന്നത്. പിന്നെ അതിന്റെ അപ്പുറത്തൊക്കെ ഉള്ളത് ഞാൻ അധ്വാനിച്ചു മേടിച്ചുണ്ടാക്കിയതാണ്. അത് മനസ്സിൽ വെച്ചിട്ടില്ല എപ്പോഴും പറഞ്ഞു അല്ലേ? ഇതിപ്പോ ഈ കഥയൊക്കെ എന്നോട് കൊറേ പ്രാവശ്യം ഇതിനു മുമ്പ് എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. തേട്ടിയാലും എനിക്ക് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇപ്പൊ അത് ആരായാലും ചെയ്യില്ലേ. വീട്ടിലേക്ക് ഇത്തിരി ചീര കൊണ്ട് ഞാൻ എപ്പോ പൂപ്പിടും ഇവിടെ കൊണ്ടുവന്നേരണല്ലേ. അവിടുത്തെ എന്ത് സാധനം ഇതൊക്കെ നിങ്ങൾക്കുള്ളതല്ലേ, എനിക്കുള്ളത്. ഇതിപ്പോ നീ കണ്ടില്ലേ? അത് ഒരു മാർക്കറ്റിലേക്ക് കൊടുക്കാനുള്ള ചീരയും കൊണ്ടല്ലേ വന്ന. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് പറയില്ലേ, എന്താ ചേച്ചി ഇതൊക്കെ അവിടെ വെക്കി വീട്ടിലേക്ക് വേണ്ടത് കൊണ്ടുപറഞ്ഞ അപ്പൊ ഇങ്ങനെ പറയാ. അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു വന്നിട്ട് ചീരത്തോട്ടത്തിൽ ആരെങ്കിലും കേട്ടോ നിങ്ങൾ തല്ലുപിടിക്കണേ? എന്റെ സ്വഭാവം ചേച്ചിക്ക് അറിയാം, ചേച്ചിയുടെ സ്വഭാവിക്ക് അറിയാം. അത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എടുത്താന്ന് പറഞ്ഞിട്ട് എന്റെ സ്ഥലത്തുനിന്ന് എന്നെ കൊണ്ടുപോയി നീ ആരടാ പറയാ, നീ ആയിട്ടൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ് ചാടി പിടിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരിക എന്ന് പറഞ്ഞ. എന്നിട്ട് മനസ്സ് വെക്കാതെ ഞങ്ങോട്ട് വന്നു. ശരിക്കും ഞാൻ ഈ മുറ്റത്ത് കാലുത്താൻ പറ്റില്ല. എന്റെ തിരിഞ്ഞു നോക്കാണ്ടിരിക്കണ്ട. ഞാൻ രക്ഷപ്പെടുക ചെയ്യാം. എന്നാലും ഇങ്ങനെ ഒന്ന് ചെന്ന് ഇതാകുമ്പോഴത്തേനും അമ്മ അങ്ങ് മാറിക്കോളും. ഇതിപ്പോ വെറും ഒരു കാര്യമില്ലാതെ ഞാൻ ചീത്ത കേട്ടു. ഞാൻ എന്തിനാ ഇപ്പൊ ചീത്ത കേട്ടത്? എനിക്കതാ മനസ്സിലാവാത്ത. എന്നോടാരും എന്റെ ഭാഗത്ത് നിൽക്കാൻ പറഞ്ഞു? അമ്മാവിന്റെ ഭാഗത്തല്ലേ ന്യായം? അല്ലേ? ഞാൻ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുള്ളൂ. എന്നാ നീ ചെന്ന് പറയും എന്ത് തെറ്റ് ചേച്ചിലല്ല എന്റെ അല്ല, നിന്നെ അങ്ങോട്ട് വിളിക്കാൻ പറയും. ഒന്ന് പോയേ ഒന്ന്. ആവൂ അങ്ങോട്ട് ചെന്നേച്ചാലും മതി, എന്നെ ഓടിക്കും അമ്മ. ഞാൻ പോവില്ല. എന്നെ വീട്ടിലെ ഞാൻ കാലുകുത്തില്ല. ചെല്ലുന്ന് ആ ചേച്ചിയുടെ അച്ഛൻ എന്നെ എന്റെ അച്ഛൻ. ആ വാശി എനിക്കുണ്ടാവില്ലേ? ആരെ ജയിക്കാൻ നോക്കാലോ. വെറുതെ വലിയ വഴക്കിലോട്ട് പോവല്ലേ അമ്മാവ. ഞാനല്ലല്ലോ പോണ, എന്റെ അമ്മയല്ലേ. നീ ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാണ്ട് പോകും ഞാൻ. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് കാലുകുത്തില്ല ഞാൻ. അതാ പറഞ്ഞു. എന്നൊരു കട്ടൻ ചായ തരട്ടെ? എന്തിനീ പിള്ളേരെ പോലെ ഇരുന്ന് ഈ കരയണത്? ഇത് ക്ലീറ്റോനെക്കാളും കഷ്ടമാണല്ലോ. എന്നാ എന്നോട് മിണ്ടണ്ട.
ചേച്ചിനോട് സമാധാനിച്ച് ആ ചീര ചേച്ചിയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തോളാൻ പറ. അപ്പൊ എന്താ അത് വിൽക്കണ്ടേ? അതെല്ലാം കൂടി കെട്ടിപ്പോ അത് കാണുമ്പോഴാണ് അമ്മയ്ക്ക് ദേഷ്യം കൂടുന്നത്. അത് കെട്ടിച്ചോന്നോണ്ട് ഇങ്ങോട്ട് വന്ന എന്ത് കാര്യത്തിനാ? പിണക്കമാറിയല്ലോടി, നീ എടുത്തോളാൻ പറ ചേച്ചിയോട്. ഒന്ന് പോയോ നീ വീട്ടിലേക്ക് വേണ്ട, ലില്ലിനോട് വിളിച്ചു പറ കൊണ്ടാക്കോളാൻ പറ. ഇതെന്തൊരു കഷ്ടമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഓരോ തലവേദന കൊണ്ട് ഓരോ ദിവസങ്ങൾ കേറി വന്നോളൂ. ഒരു കാര്യം ഞാൻ പറ, ഇന്നും നാളെ എന്നോട് മിണ്ടിയിലേക്ക് ഞാൻ അപ്പം ഇറങ്ങി പോവും. പിന്നെ എനിക്കിങ്ങനെ ചേച്ചിയില്ല മക്കളും ഇല്ലാട്ടോ. അയ്യോ, എനിക്ക് പറ്റിയ ഇതൊന്നും കാണാനായിട്ട്. വാ എന്റെ കൂടെ വാ, ഞാൻ അമ്മേനോട് മിണ്ടിപ്പിക്കാം. നീ പോയിട്ട് ചേച്ചി വിളിക്കണം, ഇല്ലെങ്കിൽ ഞാൻ വരില്ല. അവനൊന്നും ചിന്തിക്കാതെ ഇത്രയും പറഞ്ഞല്ലടി എന്നെ. എന്നാലും എനിക്കത് ആലോചിച്ചിട്ടൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ശരിയാണ്, അമ്മാവൻ പറഞ്ഞ തെറ്റായിപ്പോയി. ആ ആണോ? ഞാൻ എങ്ങനെ സഹിക്കണം? ഞാൻ അവന്റെ ആരാണ്? ഞങ്ങൾ അങ്ങനെയാണോ വളർന്നത്? അമ്മാവന് ശരിക്കും പറഞ്ഞൊരു വിടുവായാണെന്നേ. എപ്പോഴും ഇങ്ങനെ ഓരോന്ന് വർത്താനം പറയും. അതങ്ങനെ കണക്കാക്കിയാ മതി. അയ്യേ, അങ്ങനെ വിടുവാ പറയാൻ പാടില്ല. അതിലേ പോയ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കേട്ടോണ്ട് പോകത്തില്ലേ? അമ്മാവൻ അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. അങ്ങനെ ചിന്തിച്ചോളം പെരുമാറാനുള്ളത്. പിന്നെ ഗിരിജയുടെ വീട്ടിൽ നിന്നാണ് ആരെങ്കിലും വന്നിരുന്നത് കേട്ട് അവൻ കുറച്ച് വാരി കൊടുക്കുമായിരുന്നല്ലോ. അല്ലെങ്കിൽ അമ്മായി അത് പറിച്ചോണ്ട് കൊടുക്കും. അവനപ്പ പരാതിയൊന്നുമില്ല. ഞാനൊരു ഇത്തിരി 2 പീടി ചീര ഇച്ചിരി അധികം പറിച്ചു പോയി. അതിനവനിങ്ങനെ ഇവിടെ കൊണ്ടൊന്ന് കൊത്തിവാരി ഇറങ്ങി അയ്യത്തൊന്നും കളയത്തില്ലല്ലോ. ഞാനാട്ടെ എൻ്റെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരു തിരിച്ച് ആളുകൾക്കൊക്കെ കൊടുക്കണം. അയ്യോ, ഉളപ്പറന്നാല് വീട്ടിൽ പോയി കൊണ്ടുവന്ന ചീര. അതല്ല അമ്മ ഇപ്പൊ കൊറേ നാൾക്ക് ശേഷമല്ലേ പോണത്. അതാണ്, ഇനി അങ്ങനെയല്ലേ പോകത്തുള്ളൂ. അതുകൊണ്ട് ഞാനൊന്ന് പറിച്ചു പോയതാണ്. അവനിങ്ങനെ ചാടാനൊന്നുമില്ല. ഞങ്ങളുടെ അച്ഛൻ്റെ പേരിലുള്ള 1 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ തന്നതാണ്, അറിയാമോ? അപ്പോഴത്തേക്ക് കനകൻ്റെ അച്ഛൻ പറഞ്ഞത്, എന്തിനാടി നിനക്ക്? അവനല്ലേ കൃഷിക്കാരോ, ഒരു കാര്യം ചെയ്യും, എല്ലാം കൂടെ അവൻ എടുത്തോട്ട്. എൻ്റെ ഔദാര്യം കൊണ്ടാണ് ഞാനത് കൊടുത്തത്, നിനക്കറിയാമോ? ആ ഒരു നന്ദി പോലും അവൻ എന്നോട് കാണിക്കാതല്ലേ പരസ്യമായിട്ട്. അമ്മ മനസ്സിൽ കൊച്ചു വെച്ചോണ്ട് നടക്കണ്ട, അതങ്ങ് വിട്ടേക്ക്. സാരയില്ല, പോട്ടെ. വിടാം, പക്ഷെ എനിക്ക് സഹിക്കുന്നില്ല കേട്ടാ. അതാരും പറയാനായിട്ട്. ചായ തരട്ടെ? ചായ തരട്ടെ? എടാ, ഏത് ചീരാന്നാ? എടാ, എൻ്റെ ചേച്ചി ഇന്ന് രാവിലെ വന്ന് 3 കെട്ട് ചീര പറിച്ചു വെച്ചില്ലേ? അതിൽ 1 കെട്ടല്ലേ ഞാൻ കൊണ്ടുവന്നുള്ളൂ. ബാക്കി 2 കെട്ട് അവിടെ ഇരിക്കല്ലേ. അതാ വളവില് മമ്മക്കാന്റെ കടയിൽ കൊണ്ടേക്ക്. പൈസ വിറ്റിട്ട് തന്നാ മതി എന്ന് പറ, അല്ല അത് വെറുതെ ഉണക്കി കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ചേച്ചിയുടെ വീട്ടിലെ എടാ 1ഉം 2ഉം പറഞ്ഞു എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ കൂടപ്പറപ്പില്ലേ, ഞങ്ങൾക്ക് തെറ്റാൻ പറ്റുമോ? ഇത് ഇത്രയായി. ഒരു കഷ്ടമാണെന്ന് പറയുന്നത്. നിസാര കാരണത്തിന് വഴക്ക് കൂടിയ സഹോദരങ്ങൾ, സഹോദരി സഹോദരന് വിഷം കൊടുത്തു കൊന്നു. ആഹാ, എന്തോ ഒരു ചായ, നല്ല ചായ. ഈ കൊച്ചു കേരളത്തിൽ ഇത് എന്തൊക്കെയാ നടക്കുന്നത്? എല്ലാ ഭാരതീയരും സഹോദരി സഹോദരന്മാരെന്നൊക്കെ പറയാം. ഇത് കൂടെ പിറന്നവർക്ക് പോലും ഇല്ല ചിന്ത. വർത്തമാനം ചേച്ചിയല്ലേ കൂടപ്പുറപ്പല്ലേ എന്നൊക്കെ കരുതിയിട്ട് കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും സ്കൂളിലേക്ക്. നല്ല കൊതി ഉണ്ടാവും ലോസഞ്ചർ മുട്ടായി തിന്നാൻ, പക്ഷെ തിന്നില്ല, ചേച്ചിക്ക് മേടിച്ചു കൊടുക്കും. അല്ല അങ്ങനെയാണ്, ഓരോ കാലം കഴിയുമ്പോൾ ഒക്കെ മറക്കുവേ. പട്ടി ഉണ്ടോന്നും കൂടി നോക്കാണ്ട് മതിൽ ചാടി കറന്നിട്ട് കണ്ണിവാങ്ങ പറിച്ചിട്ട് തുടക്കി പട്ടിയുടെ കടി കൊണ്ടതൊക്കെ എങ്ങനെ മറക്കാൻ പറ്റണ? ഒക്കെ അത്രേ ഉള്ളൂ. അവനോനെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. നിങ്ങൾ എവിടെ പോയിട്ട് വരുന്നത്? കടയിൽ പോയതാ. സൂഫി, നമ്മളൊരു വർത്താനം പറയുമ്പോഴേ ആലോചിച്ചിട്ട് വേണം പറയാനുള്ളത്. എന്തെങ്കിലും വായി തോന്നുന്നത് പറഞ്ഞിട്ട് അവസാനം സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവസാനം നമ്മൾ ദുഃഖിക്കേണ്ടി വരും.
നിനക്ക് അനിയണ്ടാ? ലല്ലുവിനെ അറിഞ്ഞൂടെ ചേട്ടന്? നിങ്ങൾ തമ്മിൽ എങ്ങനെ നല്ല സ്നേഹത്തിലാണ്? ആ, നമ്മള് നല്ല സ്നേഹം. അപ്പൊ സ്നേഹ കൂടുതലുണ്ട്. അവൻ എന്തെങ്കിലുമൊക്കെ തുറന്നു പറഞ്ഞാലും അവനോട് ദേഷ്യപ്പെടാറുണ്ടാ? ഇല്ല, ഞാൻ ക്ഷമിക്കും. അതെ അല്ലേ? അല്ല, അങ്ങനെ വേണം. അങ്ങനെ വേണം. അനിയനെ മനസ്സിലാക്കിയിട്ട് അവൻ സ്നേഹം കൊണ്ടാ പറയണെന്ന് സ്നേഹത്തോടെ വർത്താനം പറയുമ്പോഴേ സ്നേഹത്തോടെ വർത്താനം പറയുമ്പോഴേ ആ വാക്കിന് ഒരു സ്നേഹം ഉണ്ടാവും. ഞാൻ അവിടെ അല്ല, ഞാൻ ഇവിടെ പറയുന്നു. ആരോടും വേറെ പറയാനില്ല. സൂഫി, നിനക്കെന്നെ ഇനി അനിയത്യം കാണുന്നുണ്ടോ? അനിയത്തിയുണ്ട്. രണ്ടാന്ന് ആലോചിച്ച് വേണം അവരെ തലയിൽ കയറ്റി ഇരുത്തേണ്ടത്. ഒരു ലിമിറ്റിനെ നിർത്തണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ അവസാനം നമ്മൾ നോക്കിക്കാട്ടി വരും. ഞാൻ കാര്യം പറഞ്ഞു. അതെ, ഇനിയിപ്പൊ അനിയൻ എന്തെങ്കിലും ഒരു സാധനം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെങ്കിലേ അതിന്റെ വില മനസ്സിലാക്കണം. അല്ലാണ്ട് അത് മുഴുവൻ പിടുങ്ങിയിട്ട് ഇങ്ങോട്ട് പോരരുത് കേട്ടാ. അയ്യോ, ആ പിന്നെ ഒരുപാട് ചീരയുടെ കാര്യം ഈ പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ ആരാണെന്ന് അവർ ഉദ്ദേശിക്കാൻ. എനിക്ക് നിന്റെ വർത്താനം കേൾക്കണ്ട, നമുക്ക് ഈ സംസാരം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവരോട് സംസാരിക്കുക. ചീരായാലും നെല്ലായാലും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനമാണ്, അതിനൊരു വില കാണണം. എല്ലാരും കഷ്ടപ്പെടാതെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, എല്ലാം ചുമ്മാ അങ്ങോട്ട് കളയുമ്പോൾ അങ്ങ് വന്നു. നിങ്ങൾ വെറുതെ വളവളാന്ന് ഓരോന്ന് പറഞ്ഞു കേൾക്കേണ്ട പൊക്ക കുട്ടികളെ. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല. നിങ്ങൾ പോയി ഇനിയിപ്പോ എന്തിനാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ അവനെ കൈ വളരുന്ന കാല് വളരുന്ന നോക്കി വളർത്തിയെടുത്ത് ഒരു ചീരയ്ക്ക് വേണ്ടി അവൻ കണക്ക് പറഞ്ഞിരിക്കുന്നു. ഓ, അധികമായി പോയതിന് ഞാൻ അവൻ എന്തെല്ലാം കൊടുത്തിരിക്കുന്നു. ചീരയ്ക്ക് അവൻ കണക്ക് പറയാൻ വന്നിരിക്കുന്നു. എനിക്കിനി അവനെ കാണണ്ട. എനിക്ക് അവനില്ല. എനിക്കങ്ങനെ ഒരു ആങ്ങള ഇല്ല. എന്താ വേണോ? എന്നാ പോ, ഇവിടെ നിന്റെ ആരിയിരിക്കുന്നു? നിന്റെ അമ്മാവന്റെ അടുത്തോട്ട് പോ. ഓടി ഇറങ്ങി. എന്റെ അമ്മയുണ്ടല്ലോ, എന്റെ അമ്മ. നിനക്ക് അമ്മ ഇല്ല, നിനക്ക് അമ്മാവനാ ഉള്ളത്. അവനോട് പോ. അവിടെ എന്തോന്നിന് വന്നിരിക്കുന്നത്? അഴിക്കട്ടെ അവിടെ നിന്നും. അമ്മേ, അമ്മേ, എന്താന്ന് അമ്മാവനൊന്ന് വിളിക്കമ്മേ. എന്റെ പേര് രത്നമ്മേന്നാണ്. ഞാൻ വിളിച്ചതുപോലെ തന്നെ. എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അമ്മ പറയണില്ല എന്നുള്ള ആ പാവത്തിന് നല്ല വിഷമമുണ്ട്. അമ്മ ഒരു വിളിച്ച അമ്മാവൻ ഓടി വരും. അതിനേക്കാളും വിഷമം എനിക്കുണ്ട്. ഞാൻ അവൻ അങ്ങനെയാണ് വളർത്തിയെടുത്തത്. അവൻ ചീരയ്ക്ക് കണക്ക് പറയാൻ വന്നിരിക്കുന്നത്. അവനത് ശരിയാണ്. അവനേക്കാളും വിഷമം എനിക്കുണ്ട്. എനിക്ക് കേൾക്കണ്ട. അവൻ ഒരു വിഷമവും ഇല്ല. അവന് ചീരയാണ് വലുത്. മനസ്സിലായോ? എനിക്ക് നീ പോ. എനിക്കിനി ഒന്നും കേൾക്കണ്ട. പോ. പോവാൻ ഇതെന്റെയും കൂടി വീടല്ലേ, അതുകൊണ്ട് ഇവിടെ കയറിയിരിക്കണോ? നിനക്ക് അവിടെ ഞാൻ തന്നിട്ട് പറഞ്ഞു കേൾക്കണ്ട. എനിക്കിനി ഒന്നും കേൾക്കണ്ട. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് വെച്ചാൽ എനിക്കൊന്നും കേൾക്കണ്ട. ഓ, അപ്പൊ അമ്മയ്ക്ക് ലില്ലി മതിയായിരിക്കും. ഞാൻ ന്യായം പറഞ്ഞപ്പോ അമ്മയ്ക്ക് എന്നെ വേണ്ട. നീ ന്യായമാണോ പറഞ്ഞത്? ഞാൻ ന്യായം. അവൻ ന്യായം പറഞ്ഞാൽ ഞാൻ ന്യായം പറഞ്ഞു. പിന്നെ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന ഇത്രയും കെട്ട് ചീരയാണോ ഒരു വീട്ടിലോട്ട് കൊണ്ടുവരേണ്ടത്? അത് കൊണ്ടുവന്നതിന് ഇപ്പൊ എന്ത് കൊണ്ടുവന്നതിന് എന്താണ് ഇപ്പൊ കുഴപ്പം? അഥവാ ഞാൻ എടുത്ത് ഞാൻ ആരാണ് അവൻ? അപ്പൊ അമ്മ ഇനി മിണ്ടണേ ഇല്ല, മിണ്ടുന്നില്ല. എനിക്കിനി നീ എന്റെ മോളും അല്ല. പോ, തീർന്നല്ലോ. ഞാൻ മോളല്ലേ? അല്ല, നീ അവന്റെ കൂടെ പോയിരുന്നത്. എനിക്കിനി ആകെ ഒരേ മോളും മരുമോളും അല്ല, ലില്ലിയാണ് എന്റെ. തന്നെ അങ്ങനെയാണെങ്കിൽ എനിക്കും അങ്ങനെ തന്നെ. അങ്ങനെ മതി. ഇനി ഇവിടെ വിളിക്കട്ടോ? വിളിക്കുന്നില്ല. വിളിക്കണ്ട. ഞാൻ വരികയുമില്ല. എനിക്ക് എന്റെ അമ്മാവനെ മതി. അമ്മയ്ക്ക് വാശിയാണെങ്കിൽ ഞാനേ അമ്മയുടെ മോള് എനിക്കുണ്ട് വാശി. കാണിച്ചു തരാലോ ഞാൻ. വാശി ഏതുവരെ കയറുമെന്ന് എനിക്കൊന്നും അറിയണമല്ല. അത്ര കൊള്ളത്തില്ലല്ലോ. ഞാൻ എല്ലാം കൊടുത്തൊരു ശീലമായി പോയി. മക്കൾക്കും മരുമക്കൾക്കും അല്ല. എടി, ഞാൻ അങ്ങോട്ട് വരാ. ഞാൻ ഇപ്പോൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ ചേച്ചിയായിട്ടുള്ള പിണക്കം തീർന്നിട്ടേ വരുന്നുള്ളൂ. ആ തങ്കാട് പോയിട്ടുണ്ട്. എടി, വയസ്സായി വരില്ലേ. അപ്പൊ ചേച്ചി എപ്പോഴും ഇങ്ങനെ എടുത്തിയാടി ഓരോന്ന് ചെയ്യണം. എനിക്ക് അറിയണല്ലേ? നീ ചേച്ചിയുടെ ഭാഗത്താ എൻ്റെ ഭാഗത്താ? എനിക്ക് വയസ്സായ കാര്യം എന്നോട് ആരാ പറഞ്ഞു? എനിക്ക് വയസ്സായെന്ന് കരുതിയിട്ട് ഞാൻ ഇന്നവരെ ആരോടും പിണങ്ങിയിട്ടില്ല. ഒരാളായിട്ട് പിണങ്ങി എനിക്കന്ന് ഉറക്കം വരില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ? നീ ഫോൺ വെച്ചോ. ഞാൻ ചേച്ചീനെ മിണ്ടിച്ചിട്ട് അങ്ങോട്ട് വരില്ല. ശരി. വെച്ചോ. ഒരു രക്ഷയില്ല. അമ്മ വഴക്ക് എന്നോട് എനിക്ക് കയറണ്ടെന്ന് പറഞ്ഞു. അമ്മാവനപ്പൊ അത്രയും കണ്ട അമ്മേനെ പറഞ്ഞിട്ടുണ്ടാവും ചീരത്തോട്ടത്തിൽ വെച്ച്. അല്ലാതെ അമ്മക്ക് ഇത്രയും ദേഷ്യം വരൂല. എന്ത് പറഞ്ഞിട്ടുണ്ടെന്നാലും പറഞ്ഞു. ഒരു തോട്ടം മുഴുവൻ ഇങ്ങോട്ട് കെട്ടിയിട്ട് വലിയൊരു കെട്ടുണ്ടാക്കിയിട്ട് ഇത് മുഴുവൻ എന്റെ കൂട്ടുകാർക്കാ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും?
സമ്മതിക്കോ? അപ്പൊ എടുത്ത് ചാടി ഞാനത് എടുക്കരുത് പറഞ്ഞു കഴിഞ്ഞാൽ എടാ അതിങ്ങനെ കൊടുക്കാനാ ഒന്നും മയപ്പെട്ട് എന്നോട് സംസാരിച്ചൂടെ? അപ്പൊ അമ്മാവൻ ചാടി കടിച്ചല്ലോ. അപ്പൊ എന്നോട് ചാടി കളിച്ചില്ലേ? അതാ ചേച്ചിയല്ലേ, അപ്പൊ ഒരു പൊടിക്ക് ഒതുങ്ങാൻ ആ പാടില്ല. ചേച്ചിയുടെ അനിയല്ലേ ഞാൻ, എനിക്ക് ചേച്ചിക്ക് ഒതുങ്ങാൻ പാടില്ലേ? എന്നാ പിന്നെ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ ചീര എടുത്തു. എന്നിട്ട് ഞാൻ എന്താ മനസ്സലിഞ്ഞിട്ട് ആ ചീരക്കെട്ട് ഞാൻ ഇവിടെ കൊടുത്തില്ലേ? ഹലോ, അമ്മാവനുണ്ട് ഇവിടെ. ഓ, ഇവിടെ വേണ്ട പുകില എന്റെ പൊന്ന് ക്ലീറ്റോ, രാവിലെ തുടങ്ങിയതാ. അമ്മയായിട്ട് രണ്ട് ചേരിയ യുദ്ധം. അമ്മയായിട്ട് ഉടക്കി. ഇപ്പൊ രണ്ട് അമ്മാവനെ അമ്മ വീട്ടിൽ കയറ്റണില്ല. അമ്മാവന് മാത്രല്ല നിന്നെയും കേട്ടില്ലേ പറയും. ഞാൻ ഈ അമ്മാവനോട് കൂടി കൂടെ നിന്ന് സംസാരിച്ച പറഞ്ഞ എന്നെയും കേട്ടണില്ല, എന്നോടും പൊക്കോളാൻ പറഞ്ഞു. അതെന്തോ ചീര പറിച്ചെന്നാ അമ്മാവനെ അമ്മേനെ വഴക്ക് പറഞ്ഞെന്നാ. ഞാൻ ദേ കൊടുക്കാം. എന്നാ ക്ലീറ്റോ. ഹലോ പ്ലീറ്റോ. എടാ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എടുത്തു ചാടി ദേഷ്യപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. ചേച്ചി ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടു, അത് എന്നത്തെ പോലെ തീരുന്ന കരുതി. പക്ഷെ ഇപ്പൊ ഭയങ്കര പ്രഷറിലായി ചേച്ചി. എനിക്കാണെങ്കിൽ ചേച്ചീനോട് ദേഷ്യപ്പെട്ടിട്ട് വീട്ടിൽ പോയാൽ ഉറക്കം വരില്ല, എനിക്കറിയാലോ. എങ്ങനെയാടാ ഇപ്പൊ ചേച്ചിയായിട്ടൊന്ന് ഇണങ്ങ? മാവ അതിന് വഴിയുണ്ട്. ഞാൻ പല പ്രാവശ്യവും പയറ്റി തെളിഞ്ഞ ഒരു അടവാണ്. അത് പ്രയോഗിച്ചാൽ കാര്യം സക്സസ് ആവും. പക്ഷെ ഒരു കാര്യം, അമ്മാവൻ എങ്ങനെ അഭിനയിക്കുന്നു അതുപോലെ ഇരിക്കും ആ പരിപാടി വിജയിക്കുന്നത്. ഞാനോ? അപ്പൊ അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, ശരി ശരി. ഓരോ കുരുത്തൊക്കെ ഒപ്പിച്ചിട്ടേ ഇങ്ങനെ നടക്കും. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. എന്റെ മക്കളെ, എന്റെ പൊന്നു മോനെ, നിനക്ക് എന്ത് പറ്റിയേ? എഴുന്നേക്ക്. അയ്യോ അമ്മാവൻ തിരി. മുറുക്കെ പിടിച്ചോ മക്കളെ, മുറുക്കെ പിടിച്ചോ, മുറുക്കെ പിടിച്ചോ. എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ആവശ്യത്തിന് വിളിച്ചാലേ അവനോട് പേടിക്കണ്ട, ഞാൻ ഉണ്ട് എന്ന് പറയണം കേട്ടോ. ഇതൊക്കെ എന്തിനിപ്പോ പറയണമാവാ? അതവനെ മാത്രമേ അറിയൂ.